സോ ഗൈസ് അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഡിസംബറിൽ വരുന്ന മൂവീസാണ്. അപ്പോൾ അതിൽ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള മൂവീസ് കുറച്ച് സെലക്ട് ചെയ്തിട്ട് പറയാണ്. ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ അല്ലു അർജുൻ സ്റ്റാർ ചെയ്യുന്ന പുഷ്പ 2 അറിയാമല്ലോ. അപ്പോൾ സുകുമാർ ഡയറക്ഷനിൽ വരുന്ന പടമാണ്. ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവിയാണ്. കാരണം പുഷ്പ 1 അറിയാമല്ലോ, ഹ്യൂജ് സക്സസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ സീക്വലായിട്ട് പറയുന്ന കഥയാണ്. മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഫഹദിൻ്റെ വില്ലനിസമാണ്. കാരണം അതാണ് മോസ്റ്റ് ഹൈപ്ഡ് ആൻഡ് മച്ച് അവൈറ്റഡ് റോള്. പിന്നെ അടുത്തത് വന്നിട്ട് മാർക്കോ ആണ്. ഉണ്ണിമുകുന്ദൻ സ്റ്റാർ ചെയ്യണത്. ഹനീഫ് അദാനിയാണ് ഇതിൻ്റെ ഡയറക്ടർ. ദിസ് ഇസ് ഗോൺ ബി ദ മോസ്റ്റ് വയലന്റ് മൂവി എന്നാണ് എൻ്റെ ടീം പറയണത്. എന്തോ ജഗദീഷൊക്കെ വൻ ഹൈപ്പ് ഇട്ട് നിർത്തിയിട്ടുണ്ട്. അതായത് ഇതുവരെ ചെയ്യാത്ത തരത്തിലുള്ള ഒരു വൃത്തികെട്ട റോളാണ്. ഞങ്ങളത് കണ്ട ഉറപ്പായി എന്നെ വെറുക്കാൻ നല്ല സാധ്യതയുണ്ടെന്നൊക്കെയാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. എന്തോ വരുമ്പോൾ കാണാം. ഇതാണ് ഈ ഹൈപ്പ് കൂട്ടുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതിൻ്റെ ബാക്ക് ഫയർ ആയി കഴിഞ്ഞാൽ വൻ അടിയായിരിക്കും. എന്തോ കാത്തിരുന്ന് കാണാം. അടുത്ത് വന്നിട്ട് ബർറോസ് ആണ്. മോഹൻലാൽ ഡയറക്റ്റ് ചെയ്ത് അഭിനയിക്കുന്ന മൂവിയാണ്. ഔട്ട് ആൻഡ് ഔട്ട് 3D ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് റിലീസ് ചെയ്യുന്ന പടമാണ്. അതിൻ്റെ ട്രെയിലറൊക്കെ ഉണ്ട്, വൻ പൊളിയാണ്. അവതാറിൻ്റെ ട്രെയിലറുമായിട്ട് ഏകദേശം സാദൃശ്യം തോന്നുന്നുണ്ട്. എന്തോ പക്ഷെ അതൊരു ഫൺ മോഡിൽ പോണ പടമാണ്. അത്ര സീരിയസ് ആവുമെന്ന് അറിയില്ല. ലൈക്ക് കുട്ടികളും ലൈക്ക് കുടുംബ പ്രേക്ഷകരെ ഏറ്റെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തത് വന്നിട്ട് നമ്മുടെ ബോളിവുഡിൽ നിന്ന് ബേബി ജോൺ വരുന്നുണ്ട്. അതായത് നമ്മുടെ ആറ്റ്ലി ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ്. വരുൺ ധവാനും കീർത്തി സുരേഷുമാണ് സ്റ്റാർ ചെയ്യുന്നത്. ഇത് വന്നിട്ട് നമ്മുടെ വിജയുടെ തെറി പടം. എല്ലാ സിനിമയും എടുക്കുന്നത് പഴയ സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയിട്ട്. ഇത് ഇൻസ്പയർ ഒന്നുമല്ല, പക്ക റീമേക്ക് ആക്കി. വാട്ടെവർ. അതിൽ പിന്നെ സൽമാൻ ഖാൻ്റെ ഒരു ക്യാമിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. എന്തോ. പിന്നെ അടുത്ത് വന്നിട്ട് നമ്മുടെ തമിഴ്ന്ന് വിടുതലൈ പാർട്ട് 2. അതായത് വെട്രിമാരൻ സംവിധാനം ചെയ്ത് വിജയ് സേതുപതിയും മഞ്ജു വാര്യറും സ്റ്റാർ ചെയ്യുന്ന മൂവിയാണ്. ഇത് ഒരു അത്യാവശ്യം വൻ ഹൈപ്പിൽ നിൽക്കുന്ന പടമാണ്. കാരണം അറിയാലോ, വിടുതലൈ പാർട്ട് 1 വൻ സക്സസ് ആയിരുന്നു. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 എൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയത് ഔട്ട് ആൻഡ് ഔട്ട് ഒരു റോ ആയിട്ട് പൊളിറ്റിക്കൽ ഐഡിയോളജീസ് പറയുന്നൊരു ഡീപ്പ് ഡൗൺ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പടമാകാനാണ് സാധ്യത. കാത്തിരുന്ന് പാക്കളാൻ. സോ ഗൈസ്, നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ആൻറ്റിസിപ്പേറ്റഡ് മൂവി ആയിട്ട് തോന്നുന്നത് കമൻറ്റ് ചെയ്യൂ. ഓക്കെ ഗൈസ്, ബൈ.